നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തുടർച്ചയായ കാട്ടാന ആക്രമണത്തിൽ വിറങ്ങലിച്ച് നാട്ടുകാർ. കോതമംഗലം മേഖലയിൽ കാട്ടാന ആക്രമണം രൂക്ഷമാകുന്നു. വനാതിർത്തികളിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം. തൃശൂർ പാലപ്പള്ളി വീണ്ടും പുലിപ്പേടിയിൽ. പുതുക്കാട് എസ്റ്റേറ്റിൽ പശുക്കിടാവിനെ കൊന്നു. തൃശൂരിൽ ഗൃഹനാഥൻ കടന്നൽ കുത്തേറ്റ് മരിച്ചു. മരിച്ചത് വേലൂർ സ്വദേശി ഷാജു. കടന്നൽ കുത്തേറ്റത് കൃഷിത്തോട്ടത്തിൽ വെച്ച്. കലാപ്രതിഭകളെ വരവേൽക്കാൻ തലസ്ഥാനം ഒരുങ്ങി. സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര ഇന്നെത്തും. സജ്ജീകരണങ്ങൾ അവസാന ഘട്ടത്തിൽ. കൊല്ലത്ത് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം. ഗർഭിണി ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. ബസ് തടഞ്ഞ നാട്ടുകാർ. ജീവനക്കാർ പോലീസ് കസ്റ്റഡിയിൽ. കൊച്ചി മറൈൻ ഡ്രൈവിലെ ഫ്ലവർ ഷോയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം. വിശദമായി നോക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് പുറപ്പെട്ട സ്വർണ്ണക്കപ്പ് നാളെ തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിൽ ആഘോഷമായി സ്വീകരിക്കും. നഗരസഭ അതിർത്തിയിലും സ്വീകരണം ഒരുക്കുന്നുണ്ട്. വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാകും ഘോഷയാത്രയും സ്വീകരണവും. പുത്രികണ്ഠം മൈതാനത്ത് തയ്യാറാക്കിയ കലവറയിൽ പാലുകാച്ചൽ ചടങ്ങും നാളെ നടക്കും. ഇത്തവണയും പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് വിഭവങ്ങൾ ഒരുക്കുന്നത്. വരുന്ന ശനിയാഴ്ചയാണ് 63ാമത് സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തിരിതെളിയുക. കണ്ണൂർ ശ്രീകണ്ഠാപുരം വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ച അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധ. ബസിന്റെ ബ്രേക്കിന് തകരാറുണ്ടെന്ന ഡ്രൈവറുടെ വാദം മോട്ടോർ വാഹന വകുപ്പ് തള്ളുകയും ചെയ്തു. മോട്ടോർ വാഹന വകുപ്പ് 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. അപകടത്തിൽ മരിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ എസ് രാജേഷിനും സഹപാഠികളും അധ്യാപകരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ശ്രീകണ്ഠാപുരം വളക്കയിൽ ഇന്നലെ വൈകിട്ടാണ് വിദ്യാർത്ഥിനിയുടെ ജീവനെടുത്ത അപകടമുണ്ടായത്. ബ്രേക്കിന്റെ തകരാറാണ് ബസ് മറിയാൻ കാരണമായതെന്നായിരുന്നു ഡ്രൈവർ നിസാമുദ്ദീന്റെ വാദം. ഇക്കാര്യം അപ്പാടെ തള്ളുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. പരിശോധനയിൽ ബ്രേക്കിന് ഒരു തകരാറുമില്ലെന്ന് കണ്ടെത്തി. ബസ് മറിഞ്ഞ സമയത്ത് നിസാമുദ്ദീൻ മൊബൈൽ ഉപയോഗിച്ചതായി സംശയമുണ്ട്. ബസ് മറിഞ്ഞ അതേ സമയം തന്നെ നിസാമുദ്ദീന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് അപ്ലോഡായതാണ് സംശയത്തിന് വഴിവെച്ചത്. സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയ മോട്ടോർ വാഹന വകുപ്പ് കല്ലിൽ ഇടിച്ച ശേഷമാണ് ബസ് മറിഞ്ഞതെന്ന് കണ്ടെത്തി. അപ്പോൾ ഇതിൻ്റെ സ്പോട്ട് പരിശോധിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ സ്പോട്ട് ഇപ്പോൾ ഇതൊരു 300 മീറ്ററോളം ഇറക്കമുള്ള ഒരു റോഡാണ്. സ്റ്റീപ്പായ ഇറക്കവും വളവും വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ ടയർ മാർക്കുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു കല്ലിന് പിറകിൽ ടയർ ഇടിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്പോട്ട് മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്. ഇനിയിപ്പം വാഹനത്തിന്റെ വിശദമായ പരിശോധന നടത്തുന്നതാണ്. അപകടത്തിൽ മരിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യ എസ് രാജേഷിന്റെ മൃതദേഹം ചിന്മയ സ്കൂളിൽ പൊതുദർശനത്തിന് വച്ചപ്പോൾ 100 കണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സഹപാഠിയുടെ വേർപാട് താങ്ങാനാകാതെ കൂട്ടുകാരും അധ്യാപകരും വിതുമ്പി. ന്യൂസ് 18 കണ്ണൂർ. കൊല്ലം ചക്കുവള്ളിയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടെ അപകടമുണ്ടായി. ഗർഭിണി ഉൾപ്പെടെ 3 പേർക്കാണ് പരിക്കേറ്റത്. ഭരണിക്കാവ് റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടമാണ് അപകടത്തിനിടയാക്കിയത്. രാവിലെ 7:56 പുറപ്പെടേണ്ട ബസ് 2 മിനിറ്റ് വൈകി പുറപ്പെട്ടതാണ് തർക്കത്തിന് കാരണം. വഴി മാറി നൽകാൻ 2 ബസ്സുകളും തയ്യാറായില്ല. ഇതോടെ മത്സരയോട്ടമായി. ഇതിനിടെ മുന്നിൽ പോയ ബസ് ബ്രേക്കിട്ടു. ഗർഭിണിയടക്കം 3 സ്ത്രീകൾ തെറിച്ചു വീണു. ശൂർനാട് സ്വദേശിനി ജോസി ജോസ്, കല്ലട സ്വദേശിനി ലിജി, പോരുവഴി സ്വദേശിനി ഗീത എന്നിവർക്കാണ് പരുക്കേറ്റത്. എന്താ പറ്റി? ഇതോടെ തടിച്ചുകൂടിയ നാട്ടുകാർ സ്വകാര്യ ബസ് തടഞ്ഞു. പോലീസിൽ വിവരമറിയിച്ചു. ശൂർനാട് പോലീസ് 2 ബസ്സുകളും ജീവനക്കാരെയും കസ്റ്റഡിയിലെടുത്തു.
പ്രദേശത്ത് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത്. ന്യൂസ് 18 കൊല്ലം. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കലൂർ സ്റ്റേഡിയം അപകടത്തിൽ സംഘാടകരുടെ സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം നടക്കുന്നതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നു. ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യും. ഡാനി പോൾ ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഡാനി, എന്തൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം നടക്കുന്നു എന്നാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇത് സംബന്ധിയായ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് അന്വേഷണം പോകുന്നത്. നിലവിൽ നമുക്കറിയാവുന്ന മൃദംഗാവിഷിന്റെ ഒരു അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. അത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആ ഒരു നടപടികളിലേക്ക് കടന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എത്ര രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിരിഞ്ഞിട്ടുണ്ടോ, ഇവർ നിയമാനുസൃതമാണോ ഇത്തരം പിരിവുകൾ നടത്തിയത്, നികുതികൾ ഒടുക്കിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിൽ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ആ ഒരു അക്കൗണ്ട് മരവിപ്പിച്ചതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഈ സ്റ്റേജ് നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ ഈ ഇത്തരം 15 അടിയോളം ഉയരത്തിൽ സ്റ്റേജ് നിർമ്മിക്കുമ്പോൾ അതിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളെല്ലാം ഉണ്ട്. ഇത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് പ്രാഥമികമായി തന്നെ വന്നിരിക്കുന്ന വിവരം. നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ആ വേദിയിൽ ഉണ്ടായിരുന്നതാണ്. കൺമുന്നിൽ നടന്ന അപകടം ഞെട്ടിക്കുന്നതായിരുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണങ്ങൾ കൂടുതൽ ഊർജിതമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. GCDA സ്റ്റേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നിബന്ധനകളും കാര്യങ്ങളും എല്ലാം അവരെ കരാറിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കരാറ് അടക്കം പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് അതും നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് സഹകരിച്ച പല സിനിമാ താരങ്ങളുമുണ്ട്. അതിൽ ദിവ്യ ഉണ്ണി അടക്കമുള്ള ദിവ്യ ഉണ്ണിയാണ് ഇതിനൊരു നേതൃത്വം നൽകിക്കൊണ്ട് എല്ലായ്പ്പോഴും മുന്നിൽ നിന്നത്. ദിവ്യ ഉണ്ണിയെ ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടെ ദിവ്യ ഉണ്ണി ഇന്നലെ രാത്രിയിലെ വിമാനത്തിൽ അവർ തിരികെ പോയിട്ടുണ്ട്. സിംഗപ്പൂർ ഫ്ലൈറ്റിൽ US അവർ മടങ്ങി പോയിട്ടുണ്ട്. എന്തായാലും അത്തരം അവരെ ചോദ്യം ചെയ്യേണ്ട ഒരു ഘട്ടമാണെങ്കിൽ അവരൊക്കെ കൃത്യമായിട്ട് തന്നെ അവരെ വിളിച്ചു വരുത്തും എന്ന് തന്നെയാണ്. അത് മാത്രവുമല്ല, നടനും ഇതിന്റെ സംഘാടകരിൽ ഒരാളുമായി സിജോ വർഗീസ് ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവരെല്ലാം തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് അന്വേഷണം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ സാമ്പത്തിക തട്ടിപ്പ്, അതോടൊപ്പം തന്നെ മനുഷ്യന് അപായം ഉണ്ടാക്കുന്ന രീതിയിൽ അശ്രദ്ധമായ രീതിയിലുള്ള നിർമ്മാണം, ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും തന്നെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇതിന്റെ പ്രധാനപ്പെട്ട സംഘാടകരോട് ഹാജരാകാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഡാനി, അതോടൊപ്പം തന്നെ ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യുന്ന നിലപാടിലേക്കും കാര്യങ്ങൾ മാറുമോ? കാരണം കഴിഞ്ഞ ദിവസം ദിവ്യ ഉണ്ണി ഇവിടെ നിന്ന് മാറുകയും ചെയ്തു. അപ്പോൾ ആ ഒരു നിലപാടിലേക്കും കൂടി അന്വേഷണ സംഘം നീങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തുടക്കത്തിലെ തന്നെ ഇത്തരം ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു പങ്കാളിത്തം എന്താണ്? കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിവ്യ ഉണ്ണി മാത്രമല്ല മറ്റ് പലരും തന്നെയും സഹകരിച്ചിട്ടുണ്ട്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഈ ഒരു സഹകരണം എന്ത് അടിസ്ഥാനത്തിലുള്ളതാണ്? അവർ ഫീസ് വാങ്ങി മാത്രം ഇതിലേക്ക് വരികയായിരുന്നു, അതോ ഇതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അവരുടെ പങ്കാളിത്ത സ്വഭാവം അത് ഏത് രീതിയിലുള്ളതാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും ഇവരെ ഓരോരുത്തരെയും വിളിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. അതിൽ എല്ലാവരെ കുറിച്ചും തന്നെയും കാരണം ഇത് ഒരു 3-4 മാസം മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ കാര്യങ്ങളും എല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. പലരും തന്നെ ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുണ്ട്. നമുക്കറിയാം, മുൻ DGPയും ഇപ്പോൾ KMRL ശരി ഡാനി, ദയവായി തുടരുക. നമുക്ക് മറ്റൊരു വാർത്തയിലേക്കും കൂടി കടക്കേണ്ടതുണ്ട്. ഡാനി തുടരുക. പുതുവർഷാഘോഷത്തിന്റെ മറവിൽ പീഡനം. ഫോർട്ട് കൊച്ചിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പീഡനം പുതുവർഷാഘോഷത്തിന് വിളിച്ചു വരുത്തിയ ശേഷം. ഡാനി തന്നെയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഡാനി, എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഒരു കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇവിടെ ഫോർട്ട് കൊച്ചിയിലേക്ക് വിളിച്ച് കൊണ്ടുവന്ന് ഇവിടെ അവരെ പീഡിപ്പിച്ചു എന്നതാണ് പോലീസ് പരാതി അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മൂവാറ്റുപുഴ പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ അറസ്റ്റ് നടത്തിയിരിക്കുന്നത് മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളിയിൽ അഷ്കറിനെയാണ്, 21 വയസ്സുള്ള അഷ്കറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ നേരത്തെ കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിലും പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. പോലീസ് പറയുന്നത് ചൊവ്വാഴ്ചയാണ്
ഈ പുതുവത്സര ആഘോഷത്തിന് എന്ന പേരിൽ ഇവിടെ ഫോർട്ട് കൊച്ചിയിലേക്ക് ഈ പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത്. പിന്നീട് ഇവിടെ പേടിപ്പിക്കുകയായിരുന്നു. ഈ സംഭവം വിദ്യാർത്ഥിയുടെ വീട്ടുകാർ. ശരി ഡാനി, വ്യക്തമാണ്. എന്തായാലും ഡാനി ഇപ്പോഴാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പോത്തൻകോട് നടക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിന് വൻ തിരക്കാണ് ഏറിക്കൊണ്ടിരിക്കുന്നത്. മുൻനിര കലാകാരന്മാരെ അടക്കം പങ്കെടുപ്പിച്ചുള്ള കലാസന്ധ്യയാണ് ഓരോ ദിവസത്തിലുമുള്ള പ്രത്യേകത. കുട്ടികൾക്കുള്ള സൗജന്യ പ്രവേശനം ജനുവരി 19 വരെ നീട്ടിയിട്ടുണ്ട്. ശാന്തിഗിരി ഫെസ്റ്റ് മെഗാ ഫ്ലവർ ഷോയിൽ വൻ തിരക്കേറുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന പുതുവത്സരാഘോഷത്തിൽ മുൻനിര കലാകാരന്മാരുടെ ഗാനമേളയും കലാസന്ധ്യയുമായിരുന്നു മുഖ്യ ആകർഷണം. ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി പുതുവത്സര സന്ദേശം നൽകി. സ്കൂൾ കുട്ടികൾക്ക് നൽകിയിരുന്ന സൗജന്യ പ്രവേശനം ജനുവരി 19 വരെ നീട്ടി. സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി കുട്ടികൾക്കൊപ്പം കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികളിൽ പങ്കുചേർന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ വേലൂരിൽ ഗൃഹനാഥൻ കടന്നൽ കുത്തേറ്റ് മരിച്ചു. വേലൂർ സ്വദേശി ഷാജുവാണ് മരിച്ചത്. കർഷകനായ ഷാജുവിന് കൃഷിത്തോട്ടത്തിൽ വെച്ചാണ് കടന്നൽ കുത്തേറ്റത്. ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. തൃശൂർ പാലിപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി പിള്ളത്തോട് പശുക്കുട്ടിയെ കൊന്നു. പുതുക്കാട് എസ്റ്റേറ്റിൽ പഴയ ഗ്രൗണ്ടിന് സമീപമാണ് സംഭവം നടന്നത്. മേഖലയിൽ പുലിശല്യം രൂക്ഷമാണ്. കൂടുകൾ സ്ഥാപിക്കാൻ വനം വകുപ്പ് തയ്യാറാകണമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. കോതമംഗലം മേഖലയിലെ തുടർച്ചയായ കാട്ടാന ആക്രമണത്തിന്റെ ഭീതിയിലാണ് നാട്ടുകാർ. വന്യജീവി ശല്യം ഇല്ലാതാക്കാൻ വനാതിർത്തികളിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുട്ടമ്പുഴ പഞ്ചായത്തിലെ 5 വാർഡുകൾ ഉൾപ്പെടുന്ന വാടാട്ടുപാറ വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണ്. തൊട്ടടുത്ത ടൗണായ കോതമംഗലത്തും പഞ്ചായത്ത് ആസ്ഥാനമായ കുട്ടമ്പുഴയിലും എത്താനുള്ള ഏകമാർഗമായ റോഡിന് ഇരുവശവും വനമാണ്. വാടാട്ടുപാറ മുതൽ ഭൂതത്താൻകെട്ട് വരെയുള്ള 5 കിലോമീറ്റർ റോഡാണ് വനത്തിലൂടെ കടന്നുപോകുന്നത്. ഞങ്ങൾക്കൊരു 20 വർഷത്തിന് ശേഷം ഇപ്പം ഞങ്ങൾക്ക് ഈ യാത്ര വളരെ ഭയത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പട്ടണത്തിലേക്കൊന്ന് കടന്നു. ഒരു ആശുപത്രി ആവശ്യങ്ങൾക്കൊക്കെ കടന്നു പോകാൻ ഞങ്ങളുടെ സഹോദരിമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വാർദ്ധക്യമുള്ളവരുണ്ട്. എപ്പോഴാണ് ഒരു രോഗാവസ്ഥ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. എങ്കിലും രാത്രി കാലങ്ങളിൽ വണ്ടി വിളിച്ച് ഞങ്ങൾ പോകുന്നത് രോഗിയേക്കാൾ ഒന്ന് ഭയപ്പെട്ട ഞങ്ങൾ കടന്നു പോകുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഈ റോഡിൽ കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നത് പതിവാണ്. ജനവാസ മേഖലകളിൽ എത്തുന്ന കാട്ടാനകൾ കൃഷിയിടങ്ങൾ ചവിട്ടി മെതിക്കുകയാണ്. കാറുള്ള യാത്രക്കാർ അല്ലെങ്കിൽ വലിയ പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു ചെറിയൊരു കുഞ്ഞൊരു മ്ലാവ് നിന്നാൽ പോലും നമ്മൾ കാണില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ ആന നിന്നാൽ പോലും കാണില്ലാത്ത അത്രമാതിരി കാടാണ് പിടിച്ചെടുക്കുന്നത്. സാധാരണ ഇതിൽ എല്ലാ വർഷങ്ങളും നമ്മളത് ഫോറസ്റ്റുകാർ അത്യാവശ്യം തെളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യമായിട്ട് അവരത് തെളിക്കുന്നുമില്ല. അതെങ്ങനെയും അതൊന്ന് തെളിച്ചു തരുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ഉപകാരമായിരുന്നു. കാട്ടുപന്നികളും കുരങ്ങും അണ്ണാനും കാർഷിക വിളകൾ നശിപ്പിക്കുന്നു. വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ആനകൾ വഴിയാത്രക്കാർക്ക് ഒരു പേടി സ്വപ്നമാണ്. 5 കിലോമീറ്റർ വനത്തിലൂടെയാണ് ഇവിടെയുള്ള 5 വാർഡിലെ ജനങ്ങൾ സഞ്ചരിക്കുന്നത്. നിലവിലെ കാട്ടാന ആക്രമണങ്ങളുടെ നിരന്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ വടാട്ടുപാറ മേഖലയിൽ തന്നെയാണ് ഇതിനു മുമ്പ് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മേഖല ഈ രാത്രി കാലങ്ങളിൽ ഒക്കെ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നിരവധി പേർക്ക് ഈ വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി ആളുകളുണ്ട്. അവർക്കൊന്നും ഇതുവരെയായിട്ട് ഒരു ആശ്വാസം നിലവിൽ ഒരു രൂപ പോലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ മേഖലയിൽ സഞ്ചരിക്കുമ്പോൾ ജനങ്ങൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഒരു സൗകര്യവും ഈ ഫോറസ്റ്റ് വകുപ്പിൽ നിന്നോ സർക്കാരിൽ നിന്നോ ലഭിക്കുന്നില്ല. പന്നിയും മ്ലാവുമെല്ലാം റോഡിന് കുറുകെ ചാടി അപകടങ്ങൾ പതിവാണ്. ഇപ്പോൾ വളർന്നു വന്ന കുട്ടികൾ പോലും പുറത്തിറങ്ങാൻ പേടിക്കുന്ന ഒരു സിറ്റുവേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ RRT ടീമിനെ ശക്തമായിട്ട് തന്നെ നമ്മൾ പ്രവർത്തനത്തിന് ഇറക്കിയാൽ മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വാച്ചർമാരെ ആണെങ്കിലും ശക്തമായിട്ട് തന്നെ ഇറക്കണം എന്നാണ് ഞാൻ പറയുന്നത്. റോഡിന് ഇരുവശവും വളർന്നു നിൽക്കുന്ന കാടും വളവുകളും വാഹനയാത്രക്കാരുടെ കാഴ്ച മറക്കുന്നത് മൂലം അപകട സാധ്യത കൂടുതലാണ്. നിലവിലെ പരിമിതമായ സ്ഥലത്ത് അടിക്കാട് വെട്ടി മാറ്റിയിട്ടുണ്ടെങ്കിലും ഇത് ഫലപ്രദമല്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂസ് 18 കോതമംഗലം. കാസർഗോഡ് ദേശീയപാത നിർമ്മാണത്തിൽ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിൽ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ്. 39 കിലോമീറ്ററാണ് ഈ പാതയുടെ നീളം. ഈ പാതയെ അവസാനിപ്പിക്കുക മാർച്ചിനകം തന്നെ ഇത് തുറന്നു നൽകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ ഉള്ളവരുള്ളത്. ദേശീയപാത 66 തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ചിലെ 6 വരി പാതയുടെ നിർമ്മാണം ഭൂരിഭാഗവും പൂർത്തിയായി. 39 കിലോമീറ്ററാണ് ഈ പാത. കാസർഗോഡ് നഗരത്തിന് മുകളിലൂടെയുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലമാണിത്. കേരളത്തിലെ ദേശീയപാതയിലെ ഏറ്റവും വലിയ മേൽപ്പാലവും.
1.25 കിലോമീറ്ററോളം നീളമുള്ള പാലത്തിന് 29 സ്നാപ്പാണുള്ളത്. അവസാന സ്നാപ്പിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. കറന്തക്കാട് അഗ്നിരക്ഷാ നിലയത്തിന് മുന്നിൽ നിന്നും തുടങ്ങി നുള്ളിപ്പാടിയിലാണ് പാലം അവസാനിക്കുന്നത്. മൊത്തം 30 തൂണുണ്ട്. കുതിച്ചുയരുന്ന പക്ഷിയുടെ മാതൃകയിലാണ് പാലത്തിന്റെ തൂണുകൾ. ദക്ഷിണേന്ത്യയിൽ വിശാഖപട്ടണം, മൈസൂരു, ബംഗളൂരു ദേശീയപാത എന്നിവിടങ്ങളിലാണ് വലിയ ഒറ്റത്തൂൺ മേൽപ്പാലങ്ങളുള്ളത്. നിർമ്മാണ കരാറെടുത്തിട്ടുള്ളത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. പാലം മാർച്ചിനുള്ളിൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കാസർകോട്. ഒരു ഓലമെടയിൽ മത്സരം വേറിട്ടതാവുന്ന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കോഴിക്കോട് കൊടിയത്തൂരിലാണ് സംഭവം. പന്നിക്കോട് AUP സ്കൂളിലാണ് മത്സരം നടന്നത്. സ്കൂളിലെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഓലമെടയൽ മത്സരം സംഘടിപ്പിച്ചത്. പണ്ട് ഓല ഉപയോഗിച്ച് വീടുകൾക്ക് മേൽക്കൂര നിർമ്മിച്ചിരുന്നു. ഇത് പുതുതലമുറയ്ക്ക് പരിചയമില്ലാത്തതിനാലാണ് വ്യത്യസ്തമായ മത്സരം നടത്തിയത്. മത്സരത്തിലുണ്ടാക്കിയ ഓലക്കെട്ട് ഉപയോഗിച്ച് വാർഷികത്തിനുള്ള കൗണ്ടറുകൾ നിർമ്മിക്കുമെന്ന് PTA ഭാരവാഹികൾ. പന്നിക്കോട് AUP സ്കൂളിൽ 75ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ കുറെ പരിപാടികൾ നടന്നു. ഇനി ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്കും PTA-കാർക്കും ടീച്ചേഴ്സിനും ഒക്കെ കൂടിയിട്ട് ഒരു മത്സരം എന്നതിലുപരി ഒരു ഓലമടച്ചിലാണ് ഇന്ന് നടന്നത്. അതിനോടനുബന്ധിച്ച് ഈ ഓല നമുക്ക് വേസ്റ്റായി പോകുന്നില്ല. നമുക്കത് കൗണ്ടറുകൾ ഉണ്ടാക്കാനും മറ്റു കാര്യത്തിനും ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിച്ചത്. പലർക്കും ഓലമെടയിൽ അറിയില്ലെങ്കിലും കൗതുകത്തിന് പുറത്ത് മത്സരിച്ചവരുമുണ്ടായിരുന്നു. PTA അംഗം ഗോപിക 1ാം സ്ഥാനം നേടി. ചെറുപ്പം മുതൽ ഞാൻ ചെയ്തിരുന്നത് 4ാം ക്ലാസ് ആയിരുന്നു. എന്റെ വീട് ഓല മേഞ്ഞ വീടായിരുന്നു. അപ്പോ ചെറുപ്പത്തിൽ അങ്ങനെ ശീലമായതാണ്. പിന്നെ ഇപ്പോഴാണ് എനിക്കിത് മോടയാളൊരു അവസരം കിട്ടി. വളരെ സന്തോഷമുണ്ട്. UP സ്കൂളിനോട് ഞാൻ വീണ്ടും ഒരു ഓലമെടയിൽ എത്തിയിലേക്ക് വളരെ സന്തോഷമുണ്ട്. അവരോട് നന്ദി അറിയിക്കുകയാണ് ഞാൻ. PTA അംഗങ്ങളും അധ്യാപകരും ഉൾപ്പെടെ 20ഓളം പേരാണ് ഓലമെടയൽ മത്സരത്തിൽ പങ്കെടുത്തത്. ന്യൂസ് 18 കോഴിക്കോട്. കരകുളം PA അസീസ് എഞ്ചിനീയറിംഗ് കോളേജിൽ കത്തിക്കരിഞ്ഞ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കോളേജ് ചെയർമാൻ EM താഹ തന്നെയാണോ മരണപ്പെട്ടതെന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന നടത്തും. ഇതിന്റെ ഭാഗമായി താഹയുടെ മകന്റെയും സഹോദരന്റെയും രക്തസാമ്പിളുകൾ ശേഖരിച്ചു. സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത സ്മാർട്ട് ഫോൺ ഇന്ന് വിശദ പരിശോധനയ്ക്ക് ഫോറൻസിക് സംഘത്തിന് കൈമാറും. താഹയുടെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നെടുമങ്ങാട് CIയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം തുടരുന്നത്. സ്റ്റാമ്പ് രൂപത്തിലുള്ള ലഹരി മരുന്ന് വിദ്യാർത്ഥിയെ ഏജന്റാക്കി വിൽപ്പന നടത്താൻ ശ്രമിച്ച കേസിൽ കായംകുളത്ത് ഒരാൾ പിടിയിലായി. ചേപ്പാട് മുട്ടം സ്വദേശി രഖിലാണ് പിടിയിലായത്. കായംകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിയിലായ വിദ്യാർത്ഥിയിൽ നിന്ന് ലഹരി മാഫിയയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമായെന്നാണ് സൂചനകൾ. 2 ദിവസം മുമ്പ് കായംകുളം ബസ് സ്റ്റാൻഡിൽ നിന്നാണ് സംശയാസ്പദമായ രീതിയിൽ +1 വിദ്യാർത്ഥിയായ ആൺകുട്ടിയെ കായംകുളം പോലീസ് പിടികൂടുന്നത്. കൊല്ലത്തുള്ള മറ്റൊരു വിദ്യാർത്ഥിക്ക് നൽകാനാണ് സ്റ്റാമ്പ് രൂപത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ് താൻ ഏജന്റായി കൈവശം വെച്ചതെന്നായിരുന്നു കുട്ടി നൽകിയ മറുപടി. എന്നാൽ കൊല്ലത്തുള്ള വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിരപരാധിയാണെന്ന് കണ്ടെത്തി. ആലപ്പുഴ SP മോഹനചന്ദ്രന്റെ സ്പെഷ്യൽ സ്ക്വാഡിലുള്ള സംഘം ലഹരി കൈവശം വെച്ച വിദ്യാർത്ഥിയെ വീണ്ടും ചോദ്യം ചെയ്തു. പിന്നീടാണ് ഏവൂരിൽ കോൺഗ്രസ് പ്രവർത്തകൻ സുനിലിനെ വധിച്ച കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള രാഖിലാണ് ലഹരി നൽകിയതെന്ന വിവരം വിദ്യാർത്ഥി പുറത്തുവിടുന്നത്. രാഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ആദ്യം സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്നലെ വൈകിട്ടോടെയാണ് അറസ്റ്റ്. രാഖിലിനൊപ്പം കണ്ടല്ലൂർ സ്വദേശിയായ മറ്റൊരാൾ കൂടി ലഹരി കടത്തിൽ ഉണ്ടെന്ന് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. 30,000 രൂപ വിലമതിക്കുന്ന 20 സ്റ്റാമ്പുകളാണ് കണ്ടെത്തിയത്. 0.2 ഗ്രാമിന് മുകളിൽ ഭാരമുള്ള സ്റ്റാമ്പുകൾ കയ്യിൽ കരുതിയാൽ അത് വിൽപ്പന ആവശ്യത്തിനായി ഉപയോഗിക്കാനാണെന്നാണ് നിയമം. രാഖിലിന് ആലപ്പുഴയിലെ ലഹരി കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. DYFI മുൻ ചേപ്പാട് മേഖലാ കമ്മിറ്റിയുടെ ട്രഷററായിരുന്ന ഇയാളെ ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധത്തെ തുടർന്ന് സംഘടന ഒഴിവാക്കിയിരുന്നു. കായംകുളം കൂടാതെ കരിയിലക്കുളങ്ങര സ്റ്റേഷൻ പരിധിയിൽ 10ഓളം കേസുകൾ പ്രതിയാണ് രാഖിൽ. ഇയാൾക്കെതിരെ കാപ്പയും ചുമത്തിയിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. ഇടുക്കിയിൽ ഓട്ടോയിൽ നിന്ന് വീണ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. നെടുങ്കണ്ടം സ്വദേശി സുൽഫിത് നിജാസാണ് മരണപ്പെട്ടത്. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ ഇവർ ഓട്ടോയിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഭർത്താവ് ഓടിച്ച ഓട്ടോറിക്ഷയിൽ നിന്നാണ് വീണത്. കൊല്ലം അഞ്ചൽ ഒഴുകുപാറയ്ക്കലിൽ
താഴ്ചയിലേക്ക് മറിഞ്ഞ കാറ് കത്തി നശിച്ചു. കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹവും കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയാണ് അപകടം സംഭവിച്ചത്. പ്രദേശവാസികളാണ് രാവിലെ കാറ് കാണുന്നത്. കാർ അബദ്ധത്തിൽ താഴ്ചയിലേക്ക് മറിഞ്ഞ് കത്തിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് മുക്കത്തും ഒരു അപകടം സംഭവിച്ചു. യുവാവിന് ഗുരുതര പരിക്കേറ്റു. സ്കൂട്ടറിന് പുറകിൽ കാർ ഇടിച്ചു എന്നാണ് സംശയം. അപകടമുണ്ടാക്കിയ വാഹനം നിർത്താതെ പോവുകയും ചെയ്തു. പരിക്കേറ്റ യുവാവ് ചികിത്സയിൽ തുടരുകയാണ്. തൃശൂർ പാലയൂർ പള്ളിയിലെ ക്രിസ്മസ് കരോൾ പോലീസ് തടഞ്ഞ സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയോട് കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ റിപ്പോർട്ട് തേടി. ഈ മാസം 15-ൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ തന്നെയാണ് നിർദ്ദേശം. BJP തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബിന്റെ പരാതിയിലാണ് നടപടി. മുനമ്പം വഖഫ് ഭൂമി തർക്കത്തിൽ ഫെബ്രുവരി മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ. ഹിയറിംഗ് ഈ മാസം തുടങ്ങുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ന്യൂസ് 18നോട് പറഞ്ഞു. മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ വഖഫ് സംരക്ഷണ സമിതി ജുഡീഷ്യൽ കമ്മീഷന് കൈമാറുകയും ചെയ്തു. മുനമ്പത്തെ ഭൂമി ഇഷ്ടദാനമല്ലെന്നാണ് സമിതിയുടെ വാദം. ജനുവരിയിൽ ഹിയറിംഗ് നടപടികൾ തുടങ്ങി ഫെബ്രുവരി അവസാനത്തോടെ പൂർത്തീകരിക്കുകയാണ് കമ്മീഷന്റെ ലക്ഷ്യം. സമയബന്ധിതമായി ഫെബ്രുവരി അവസാന വാരം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഹിയറിംഗിന് മുൻപായുള്ള കമ്മീഷന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. എല്ലാവരും കേട്ടച്ച് വേണം എനിക്ക് വിശദമായിട്ട് കേട്ട് കോടതി വിധികളൊക്കെ നോക്കി നിയമാനുസൃതമായിട്ട് വേണം റിപ്പോർട്ട് കൊടുക്കാൻ. അത് ഫെബ്രുവരി തന്നെ അവസാനത്തിന് മുമ്പ് റിപ്പോർട്ട് കൊടുക്കണം. സമയബന്ധിതമായിട്ട് റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ജാനുവരിയിൽ ഒരു സെക്കൻഡ് വീക്ക് ഒക്കെ ആയിട്ട് 3rd വീക്കായിട്ട് കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹോളിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഹിയറിംഗ് ഫിക്സ് ചെയ്യാവുന്നതും കേൾക്കാവുന്നതും ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ എല്ലാം സഹകരണം എനിക്ക് ആവശ്യമുണ്ട് സമയബന്ധിതമായിട്ട് തീർക്കാനായിട്ട്. മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾ വഖഫ് ഭൂമി സംരക്ഷണ സമിതി കമ്മീഷനെ കൈമാറി. മുനമ്പത്തേത് വഖഫ് ഭൂമിയെന്നും ഇഷ്ടദാനമല്ലെന്നുമാണ് വഖഫ് ഭൂസംരക്ഷണ സമിതിയുടെ വാദം. വിഷയത്തിൽ ഫറൂഖ് കോളേജും വഖഫ് ബോർഡും ഒത്തുകളിക്കുന്നുവെന്ന് കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിലും ആരോപിച്ചു. ഈ വസ്തു വഖഫ് പ്രോപ്പർട്ടി ആണെന്നാണ് ഞങ്ങളുടെ ക്ലെയിം. അതിനകത്ത് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആ ഡോക്യുമെൻറ്റിൽ ഇവർ പറയുന്ന റിലേ ചെയ്യുന്ന ഈ സിദ്ദീഖ് സെട്ട് എഴുതി കൊടുത്ത ആധാരത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്നും ആ വഖഫ് പ്രോപ്പർട്ടി ഇന്ന പർപ്പസിനാണെന്നും അത് അദ്ദേഹത്തിൻ്റെ പരലോക മോക്ഷത്തിനാണെന്നും എല്ലാം അതിനകത്തുണ്ട്. ഇതിനെ അധികരിച്ചുകൊണ്ട് ഒരു ഗിഫ്റ്റ് ഡീഡ് അവർ ഹാജരാക്കിയിട്ടില്ല ഇതുവരെ. അവർ ഗിഫ്റ്റ് ഡീഡാണെന്ന് പറയുമ്പോൾ ഒരു ഗിഫ്റ്റ് ഡീഡ് ഹാജരാക്കണ്ടേ? ഒരു ഇഷ്ടദാനമാണെങ്കിൽ ഇഷ്ടദാനം ഹാജരാക്കണ്ടേ? അങ്ങനെ വേറൊരു ആധാരമോ ഒരു റെക്കോർഡോ ഇതുവരെ ഹാജരാക്കാത്ത സ്ഥിതിക്ക് ഇത് വഖഫ് ആധാരം തന്നെയാണ്, വഖഫ് തന്നെയാണെന്ന് കോടതികളെല്ലാം വിധിച്ചിട്ടുള്ളതുമാണ്. രേഖകൾ പരിശോധിച്ച ശേഷമാണ് കമ്മീഷൻ ഹിയറിംഗിലേക്ക് കടക്കുന്നത്. കാക്കനാട് ജില്ലാ കോൺഫറൻസ് ഹാളിലാണ് ഹിയറിംഗ് നടക്കുക. അതിനു മുൻപായി ഈ മാസം 4-ന് മുനമ്പത്ത് കമ്മീഷൻ സന്ദർശനം നടത്തും. ന്യൂസ് 18 കൊച്ചി. കരിപ്പൂർ വിമാനത്താവളത്തിൽ കാർ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതിൽ വ്യാപക തട്ടിപ്പെന്നാണ് പരാതി. സമയം തിരുത്തിയും വാഹനങ്ങളുടെ സീറ്റിന്റെ എണ്ണം ഒക്കെ തെറ്റായി കാണിച്ചുമാണ് തട്ടിപ്പ് നടത്തുന്നതെന്നാണ് യാത്രക്കാർ പറയുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലടക്കം വിഷയം ചർച്ചയായതോടെ TV ഇബ്രാഹിം MLA വിമാനത്താവളത്തിലെത്തി തട്ടിപ്പ് കൈയോടെ പിടികൂടുകയായിരുന്നു. വിമാനത്താവളത്തിൽ കാർ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതിൽ വ്യാപക തട്ടിപ്പെന്ന പരാതിക്ക് പിന്നാലെ വാക്കേറ്റവും പതിവായിട്ടുണ്ട്. യാത്രക്കാരെ ടെർമിനലിന് മുന്നിൽ നിന്ന് കയറ്റിയും ഇറക്കിയും വരുന്ന വാഹനങ്ങൾ 13 മിനിറ്റിനുള്ളിൽ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഫീസ് നൽകേണ്ടതില്ല. എന്നാൽ ഇവരിൽ നിന്നടക്കം മിനിമം 40 രൂപ പാർക്കിംഗ് ഫീ വാങ്ങുന്നുവെന്നാണ് ആരോപണം. എന്നാൽ ഇതിന് പലതിനും രസീതി പോലും നൽകുന്നില്ല. തുക നൽകാൻ തയ്യാറാകാത്ത യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുന്നതായും ആക്ഷേപമുണ്ട്. പ്രതികരിച്ചാൽ പ്രശ്നം പരിഹരിച്ചെന്ന് പറഞ്ഞ് പണം തിരികെ നൽകുന്ന സംഭവങ്ങളും കുറവല്ല. എൻട്രി പാസിലും തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും പാസിൽ രേഖപ്പെടുത്തുന്ന സമയവും യഥാർത്ഥ സമയവും തമ്മിൽ മാറ്റമുണ്ടെന്നും യാത്രക്കാർ പറയുന്നു. എൻട്രി പാസിൽ 5 മിനിറ്റ് കൂടുതലാണ് രേഖപ്പെടുത്തുന്നത്. ഇതിനു പുറമെ വാഹനത്തിന്റെ സീറ്റിന്റെ എണ്ണത്തിലാണ് മറ്റൊരു തട്ടിപ്പ്. സാധാരണ കാറുകൾക്ക് ഈടാക്കേണ്ട തുകയ്ക്ക് പകരം കാരേജ് വാഹനം എന്ന് ചേർത്ത് ഇരട്ടിയാക്കി ഫീസ് ഈടാക്കും. കാരേജ് വിഭാഗത്തിലുള്ളതിന് നിലവിലുള്ള തുകയുടെ ഇരട്ടിയാണ് നൽകേണ്ടത്. ഇന്നോവ കാറിനടക്കം ഇതോടെ ടെമ്പോ ട്രാവലറിന്റെ നിരക്കാണ് നൽകേണ്ടി വരുന്നത്. വ്യാപക പ്രതിഷേധമുയർന്നിട്ടും എയർപോർട്ട് അതോറിറ്റിക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് യാത്രക്കാർ പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം വിഷയം ചർച്ചയായതോടെയാണ് TV ഇബ്രാഹിം MLA വിമാനത്താവളത്തിലെത്തി തട്ടിപ്പ് കൈയോടെ പിടികൂടിയത്. वो क्लॉक देखा ना भाई, वो क्लॉक का इशू है सर, क्लॉक का No, we have video. We have video.
We got so many complaints from the passengers. But slip may no. No. As per the complaint, I visited there for examine that whether it is correct or not. The complaint is very clear. യാത്രക്കാരെ ചൂഷണം ചെയ്യുക, സമയം ഡിഫറൻസ് ആക്കുക, എന്നിട്ട് അതിൻ്റെ പേരിൽ 272 രൂപ വരെ ടാക്സിക്കാരുടെ അടുത്ത് വാങ്ങിക്കുന്നുണ്ട്. We raising the matter that your time is very different. You purposefully and tremendously you changed the time. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി വിമാനത്താവളത്തിലെത്തുന്നത്. തട്ടിപ്പിലൂടെ ലക്ഷക്കണക്കിന് രൂപ കരാർ കമ്പനി കൈക്കലാക്കിയതായി ആക്ഷേപമുയർന്നതോടെ പരാതികളുടെ നിജസ്ഥിതി അറിയാനായാണ് വിമാനത്താവളത്തിൽ പോയതെന്ന് MLA പറഞ്ഞു. തനിക്ക് ലഭിച്ച രസീതിയിൽ പ്രവേശന സമയത്ത് കൃത്യസമയവും പുറത്തിറങ്ങിയപ്പോൾ 3 മിനിറ്റ് കൂടുതലായി ചെലവഴിച്ച രീതിയിലുമാണ് രേഖപ്പെടുത്തിയത്. വിഷയം വിമാനത്താവള ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചതായും MLA പറഞ്ഞു. ന്യൂസ് 18 തിരൂർ. ഈ റിപ്പോർട്ടോടുകൂടി സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.